ഓ ഇവന്മാരൊക്കെ അളിയ എത്ര നേരമാണ് ഞാൻ വന്നിട്ട്? നീ കാറോടെ പോയി കിടക്കുമായിരുന്നു. ഒന്ന് ഉറങ്ങിപ്പോ അളിയ. എന്നാ എൻ്റെ പിരിവ് അവന്മാരൊന്നും വന്നില്ലേ? ഇവന്മാരി ഞായറാഴ്ച ആയിട്ട് എവിടെ പോയി കിടക്കുക? ഒന്ന് വിളിച്ചു നോക്കിയാലോ? പാട്ടൊക്കെ മാറ്റി. ഹലോ, ഞാൻ വരുന്നടാ. അവന്മാരൊക്കെ എത്തിയോ? ആ കൊണ്ടുവരാം. ഇവന്മാർക്ക് ഉത്തരവാദിത്തമില്ലല്ലോ. എവിടെ പോയി കിടക്കുക? എത്ര നേരം വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ആരെയും കാണുന്നുമില്ല. ആ ദേ വരുന്നുണ്ടാ കള്ളക്കാവുക. ബീച്ചിൽ പോകണ്ട, ഉള്ള അലവാതിൽ മൊത്തം അവിടെ കാണും. പിന്നെ പോലീസും. നമുക്ക് തിയേറ്ററിൽ പോവാം. അവിടെ വേറിട്ടല്ലേ, ഒരു മൂലക്കിരിക്കാം. മൂലക്കിരിക്കുന്ന രാമായണം വായിക്കാൻ അവളൊരു സംശയം. എന്നാ ശരി, രാത്രി വിളിക്കാം. ഉമ്മ ഉമ്മ ചുമ്മ. നാണില്ലെന്ന് അറിയി ഫോണിൽ കൂടെ ഉമ്മ കൊടുക്കാൻ. അതല്ലേ ഈ കുശുമമാർക്കുള്ളതാ. കിട്ടാത്ത സുഖം കാണുമ്പോൾ ചൊറിച്ചിരി. സാരമില്ല രമണ, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓ നിനക്ക് ഇരുന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? പിന്നെ അല്ലാതെ. മതി മതി, വന്ന് വാതി എടാ ഷെയർ കൊടുത്തിട്ടുണ്ട്, ഇന്ന് നീ പോയി മേടിച്ചോണം. ഓ മടുപ്പ്, ഇരുട്ടാണല്ലോ മൊത്തം. നീ എന്താ ഇത്ര താമസിച്ചേ? ഞാൻ വരുന്ന വഴിയാ ദാമോദരൻ്റെ കടയിൽ നിന്ന് കയറി. ആ കിളവന്മാരോടെ ഭയങ്കര ചർച്ച. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളല്ലേ ആ കള്ളക്കളവന്മാരോടെ കൂട്ടുകൂടരുന്നു. എന്നിട്ട് എന്തായിരുന്നു വിഷയം? സ്ത്രീപീഡനം. എന്നിട്ടെന്താ? ഒന്നോർത്താ എന്ത് കഷ്ടാലിയാ. ശരിയാടാ, കാമഭ്രാന്തന്മാർ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടില്ല, പരട്ടകൾ. സത്യം വരട്ടേലിയാ, ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ചില നേരത്ത് ആണായി പറഞ്ഞവർക്ക് ലജ്ജ തോന്നും. ഈ പറയണ പെണ്ണുങ്ങളും കണക്കിലല്ല, അടക്കോ ദുഃഖമില്ലാതെ അഴിഞ്ഞാടെടുക്കുമ്പോൾ ഓർക്കണ്ടേ ഇതൊക്കെ? ഇപ്പൊ ചില സായന പത്രങ്ങളുണ്ട്, പീഡന വാർത്തകൾ മാത്രമേ ഉള്ളൂ. ആ സംഭവം ശരിയാ. പക്ഷെ എന്താണ് ഒരു ചർച്ച? ഞങ്ങൾ ഈ സ്ത്രീപീഡനത്തെ പറ്റിയൊക്കെ പറയായിരുന്നു. പീഡനം. അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു, അമ്മ മകളെ വിൽക്കുന്നു, സഹോദരൻ സഹോദരിയെ, 3 വയസ്സുകാരി 4 വയസ്സുകാരി. പത്രം തുറക്കുമ്പോഴല്ല തലയങ്ങ് പെരിക്കുക. കലികാലമാണല്ലേ കലികാലം. അങ്ങനെ പലതും നടക്കും. സംസ്കാരവും പൈതൃകവും മറന്ന് ഇവരിത് എങ്ങോട്ടാ? ആണുങ്ങളുടെ വില കളയാൻ കുറെ പരട്ടകളും. ആണുങ്ങളാണ് നിനക്ക് ഉത്തരവാദി. ഇവളുമാരൊക്കെ ചോദിച്ചു വാങ്ങുന്നതല്ലേ. നമ്മുടെ നാട്ടിൽ സംസ്കാരമുണ്ട്, അത് കൈവിടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല പിന്നെ അതെന്നെ ആണുങ്ങളുടെ ഭർത്താനാണ് നീ പറഞ്ഞേ? ആണിന്റെ ശക്തിയാണെങ്കിൽ പെണ്ണിന്റെ മുതുകത്താണോ? നീ ഒന്നും മാറിയില്ലടാ. എത്തിയോ? ആ എവിടെയായിരുന്നു? വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇവനിതെന്ത് പറ്റി അറിയണോ നിനക്ക്? ഇതെന്നാ പണ്ടാരാ? ഞങ്ങൾ ഈ സ്ത്രീപീഡനത്തെ പറ്റിയൊക്കെ പറയുമായിരുന്നേ.
അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഒരു പെണ്ണിനെ 3 പേര് ചേർന്ന് പിടിപ്പിക്കുന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കിട്ടിയതാ. പെണ്ണെങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഹാ, അതുക്കും മേലെ. എവിടെ കാണട്ടെ. ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. വേണ്ട വേണ്ട വേണ്ട, അതിലും വലിയ ഫോൺ ഇതാ, അതിലേക്ക് സെൻഡ് ചെയ്യും. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സെൻഡ് ചെയ്യടാ. ഇല്ല ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഫസ്റ്റ് നിർത്തടാ. പീഡനത്തെ പറ്റി ഘോരം പ്രസംഗിച്ചിട്ട് നാറികള്. നിനക്ക് വേണ്ട ഞങ്ങളോളം. താൻ പോടോ. ഇവനാരാടാ? മഹാത്മാഗാന്ധി അതോ ശ്രീനാരായണ ഗുരു? അതെ അതെ. നീ ഒന്നും നന്നായില്ലടാ. എങ്കിലും അങ്ങനെ ആട്ടെ. നീ ഇങ്ങോട്ട് അയക്കട അയച്ചു. നിർത്ത്. ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഓണാക്കും. ആദ്യം കാണുന്ന ആളുടെ സെൻഡ് ചെയ്യും. ആരുടെയാടാ ഈ ഭാഷ? എൻ്റെ തുപ്പാക്കിയ. എന്റെ സിംഗ. എനിക്ക് ഫോണില്ല. പിന്നെ ആരാടെ ഇത്? ആരാടെ? പിന്നെ ആരുടെ ഇത്? ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഓണാക്കും. ആദ്യം കാണുന്ന ആളുടെ സെൻഡ് ചെയ്യും. അതെന്റെ ആണല്ലേ. കുറെ നാളായി നല്ലോണം കണ്ടിട്ട്. സൂപ്പറാണല്ലോ. പിന്നെ അല്ലാതെ. ഹാ. എങ്കിലും സാധാരണക്കാരാ താൻ. അത് കണ്ട. എടാ തല മാറ്റ കാണാൻ. ഞാൻ കൊടുക്കുന്ന സാധനം എങ്ങനെ ഉണ്ട്? അടിപൊളി സാധനം കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ മിണ്ടായിരുന്നു കാണടാ. അല്ലെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ നമ്മൾ ആണുങ്ങൾ ഒരു കച്ചറാണ്. നമ്മളെന്താടേ ഇങ്ങനെ?